നിങ്ങളെല്ലാരും ഇവിടെ നിക്ക്. ഞാനും ആന്റിയും കൂടെ അയാളെ കണ്ട് സംസാരിക്കാം. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയല്ലോ. പിന്നെ ഭയങ്കര സിമ്പിളായി. നിങ്ങളുടെ കൂടെ പോയി സംസാരിക്കുമ്പോഴായിരിക്കും അങ്ങനെ ചേച്ചിയെടുത്ത് ചോദിക്കണത്, എനിക്കൊരു ജീവൻ തരുമോ മോളെ? അങ്ങനെ വല്ലതും ചോദിച്ചാൽ കണ്ണടിച്ച് വിളിക്കൂല അയാളുടെ. லட்சு இதனால தான் நான் ஒண்ணுமே சொல்லாம இருக்கேன். ஏதா ஒண்ணு சொன்னா அப்ப போய் அடிக்க வேண்டியது. ഇവരെന്തിനാ അന്യം കളിക്കണം? ആദ്യം ചോദിക്കാൻ പറയും, പിന്നെ ചോദിക്കണ്ടെന്ന് പറയും. എന്തോന്നത്? എനിക്ക് തോന്നുന്നത് എനിക്ക് അയാളോട് ഐ ലവ് യു ഉണ്ടെന്ന്. അതെ, എല്ലാവരും സമാധാനിക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ പുള്ളി എന്താ പറഞ്ഞത്, ആന്റി എടുത്ത് പുള്ളിക്ക് ഒരു ജീവിതം കൊടുക്കുമെന്ന്. ആളത് സീരിയസ് ആയിട്ട് പറഞ്ഞെന്നുണ്ടെങ്കിലോ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടേ ആള് പ്രശ്നക്കാരനല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൂടെ? അതാവുമ്പോ പുള്ളിക്ക് ഒരു ജീവിതോ കനക ആന്റിക്ക് ഒരു ജീവിതോ. എന്താ പറയുന്നത്? சிவா கொஞ்சம் நிறுத்து. என்ன சொல்லிட்டு வர நீ? எனக்கு கல்யாணம் மறுபடியும் பார்க்க போறீங்களா? ஒரு வாட்டி நீங்க எல்லாருமா சேர்ந்து எனக்கு ஒரு கல்யாணம் பண்ணி வச்சீங்க. என்னாச்சு? தொலைஞ்சு போச்சு. அதுக்கப்புறம் எனக்கு இனி கல்யாணமே வேண்டாம். அவ்வளவுதான். ஓ, കല്യാണം பார்க்க போறீங்க. ആന്റി, പുള്ളി ശല്യപ്പെടുത്തിയേ ഒക്കുള്ളൂ എന്നുള്ള രീതിക്കാണ് പുറകെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും പുള്ളി പോകാൻ പോകില്ല. എന്റെ അനുഭവത്തിന്റെ വിളിച്ചിട്ട് ഞാൻ പറയുമോ? ശിവ അനുഭവത്തിനെ വിളിച്ചു. നീ എങ്ങോട്ടാണ് തളച്ചേറി വരുന്നത്? ഇവിടുത്തെ വലിയൊരു വിഷയം ഉണ്ടല്ലോ, ഇത് തീർക്കാദ്യം. ഇന്ന് പറഞ്ഞാലും ജീവാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിള്ളേരെ ഇവിടെ കിടന്ന് ചുമ്മാതെ ബഹളം വെക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. പറ്റത്തില്ലെങ്കിൽ എല്ലാരും മുറിക്കകത്ത് കയറി കഥ അടച്ചിരിക്കും. ഓ, ഗൗരമ്മയും കേശോട്ടനും ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയതാണെങ്കിൽ ഇറങ്ങിയതാ, നമുക്ക് തടയാൻ പറ്റൂല. കൊച്ചേ, നീ ചുമ്മാ മൂപ്പിക്കാൻ നിക്കല്ലേ. കനകം, നിന്നെ ഒരു മാസമായി ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. നീ സമാധാനമായിട്ടിരിക്കെ. എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, അത് പിന്നിലേക്കില്ല. ഇല്ല. അതുകൊണ്ട് കേശു അമ്മായും കൂടെ പോയിട്ട് വാ. എടേ, നീ കൂടെ പറഞ്ഞെങ്കിൽ വാ. അല്ല, ഇതിലിപ്പോ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പോയി സംസാരിക്കേ, എന്നിട്ട് ഡീൽ ആയില്ലെങ്കിൽ ഞാൻ വരാം. സംഭവമൊക്കെ ശരി തന്നെ. ഞങ്ങളിപ്പോ പോയി സംസാരിക്കുക. ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇവിടുന്ന് പോണത്. ഞങ്ങൾ അവിടെ പോയി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണെന്ന് വല്ലോ പറഞ്ഞ എന്തായാലും കേശു പ്ലേറ്റ് തിരിക്കും. പ്ലേറ്റ് ഒന്നും തിരിക്കാൻ പോകുന്നില്ല, നോക്കിയാ പോരെ. എന്നാ പിന്നെ പോവല്ലേ? വാ, നമ്മൾ നേരെ അങ്ങോട്ട് എന്ന് കയറിയാൽ ശരിയാവില്ല. അതെ, ഒരു പ്ലാനിങ് വേണ്ടേ? പ്ലാനിങ് കനാൻഡി വിളി വിളി വിളി, മറ്റേ പുള്ളിയെ വിളി. വിജയകുമാർ. വിജയകുമാർ വിളി. വിളിച്ചിട്ട് നമ്മുടെ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കാൻ പറ. എതുക്കടാ കൂപ്പിടണോ? ഡീലാക്കണ്ടേ? വിളി. വിളിക്കേ ഫോണവിടെ ഇതല്ലേ? ഓ നിക്കണേ, ഇപ്പൊ വിളി അങ്ങോട്ട്. വേണ്ടോണ്ടോ? വിളിക്കുന്നുണ്ടോ ആന്റി? വിളിക്ക്. വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കണം. വിളി, പെട്ടെന്ന് വിളി. അത്ര സ്നേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. നല്ല വരൂ. കനകേച്ചി വിളിച്ച വരും. ഹലോ விஜயண்ணா. അത്രയും വേണ്ടായിരുന്നു. ஆமா, நான் தான் கனகம். கொஞ்சம் நம்ம பச்சை கேட் இருக்குல்ல, அதுக்கு பக்கத்தால வர முடியுமா? ஆமா, எனக்கு கொஞ்சம் உங்களை பார்க்கணும். சீக்கிரம் வாங்க. പുള്ളി ഓരോന്നൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ തന്നെയാണോ മറുപടി പറഞ്ഞേ? ஆமா. എങ്ങനെ ഇരിയാണ്? என்ன അവിടെ ഒരാള് നിൽക്കണില്ലേടാ? എവിടെ? അവിടെ ഒരാള്. அவரேதான். எப்பவுமே இந்த பூக்கள் இருக்கிற ஷர்ட் இருக்குல்ல, அதான் போட்டுவாரு. നല്ല പുഷ്പിച്ച നിൽക്കുന്നുണ്ട്. എന്നിട്ട് കാലുകൊണ്ട് കളം വരയ്ക്കണം. കനാൻഡി, ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ കനാൻഡി അങ്ങോട്ട് ചെല്ലുക, പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, സംശയം തോന്നരുത്. ഞങ്ങളിവിടെ കാണും. കനകോ, ഹായ്. അവിടെ നിന്നാലേ ആരെങ്കിലും കാണുന്ന വിചാരിച്ചിട്ടാ ഞാനിങ്ങോട്ട് മാറിയില്ലേ.
நீங்க ரொம்ப நேரமாச்சா வந்துட்டு ഏയ് കനകം വിളിച്ചോട്ടെ ഞാൻ പറന്നു വരായിരുന്നില്ലേ എന്താ പറയാണ്ടെന്ന് പറഞ്ഞത് அதை நான் சொல்றேன் இப்போ நீங்க வீட்ல வரீங்களா വീട്ടിലേക്കാ പിന്നെന്താ വരാലോ அப்படின்னா போலாமா പോവാ வாங்க ആ